ഓക്കെ, ഇതൊരു ട്രേഡ് ബ്രേക്ക് ഡൗണും പിന്നെ ഒരു അനാലിസിസ് വീഡിയോയും കൂടിയാണ്. അപ്പം നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ലെവലിലേക്കാണ് മാർക്കറ്റ് വരാൻ ചാൻസ് എന്നുകൂടി ഈ വീഡിയോയിൽ പറയും. ഓക്കെ, ഞാൻ 2 ട്രേഡാണ് ഈ വീക്ക് എടുത്തത്. അപ്പം തിങ്കൾ, ചൊവ്വ, ബുധൻ ഇന്ന് പ്രത്യേകിച്ച് ട്രേഡ് കിട്ടിയിട്ടില്ല. ഇന്നലെ ഞാൻ 2 ട്രേഡ് എടുത്തത്. അതിൽ ഒന്ന് SL-ഉം ഒന്ന് ട്രിഗറായിട്ടില്ല, എൻട്രി ട്രിഗറായിട്ടില്ല. പിന്നെ ഈ ഏരിയ എന്നൊക്കെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചാർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റിയില്ല. അപ്പം ആ ഓപ്പർച്യൂണിറ്റി ഒക്കെ മിസ്സായി. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് SL അടിച്ച ട്രേഡ് പറഞ്ഞുതരാം. ഓക്കെ, എനിക്ക് ഫസ്റ്റ് SL അടിച്ചത് ഗോൾഡിലാണ്. ഗോൾഡിൽ ഞാൻ കഴിഞ്ഞ വീക്ക് ഞായറാഴ്ച ഒരു വീക്ക്ലി അനാലിസിസ് വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചൊരു റിട്രേസ്മെൻറ്റ് കിട്ടും, അവിടെ നിന്ന് എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു ഏരിയയിലൊരു എൻട്രി കിട്ടുമായിരുന്നു, 1 മിനിറ്റിൽ എൻട്രി കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്തു, കാരണം എനിക്ക് ഈ ഒരു ലെവലിലേക്കെങ്കിലും മാർക്കറ്റ് വന്നാലേ എൻട്രി എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ സ്ഥലത്ത് എൻട്രി കിട്ടുമായിരുന്നു. 1 മിനിറ്റിൽ എനിക്ക് കൺഫർമേഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ട്രേഡ് എടുക്കാൻ, പക്ഷേ അത് ഞാൻ എടുത്തില്ല. അപ്പം ഈ ഒരു എൻട്രി മിസ്സായി. വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലത്. അപ്പം ഈ ഒരു ഏരിയ വരെ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ ഞാൻ എൻട്രി എടുത്തത് തിരിച്ച് ഒരു റിട്രേസ്മെൻറ്റ് കിട്ടിയ സമയത്ത് ഈ ഒരു എക്സ്റ്റേണൽ ഹൈയും ലോയും ബേസ് ചെയ്തുകൊണ്ടാണ് എൻട്രി എടുത്തത്. ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ച് തരാം. ഓക്കെ, നമ്മളെ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ എത്തിയ സമയത്ത് എനിക്ക് ഇവിടുന്ന് ഒരു 5 മിനിറ്റിലാണെന്ന് തോന്നുന്നു, 5 മിനിറ്റിൽ ഒരു ബ്രേക്കൊക്കെ കണ്ടുകൊണ്ട് ഈ ഒരു ഏരിയ മേലോട്ട് ബ്രേക്ക് ചെയ്തു. പിന്നെ ഈ ഒരു ഏരിയ ഷോർട്ട് ഒരു ബ്രേക്കും കിട്ടി. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ഏരിയ കേട്ടോ, ഈ ഒരു ഏരിയ സ്വീപ്പ് ചെയ്തു, ഇവിടെ ഒരു ബ്രേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ യൂഷ്വൽ കോൺസെപ്റ്റ്, നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് കൊടുത്ത് വരച്ചു, നമ്മളെ 618 ലെവലിൽ ട്രിഗറിങ് പോയിൻ്റ് വെച്ചു, SL ഹൈൻ്റെ മേലെ വെച്ചു, TP ലോൺ ഈ ഒരു ലോൻ്റെ തൊട്ട് മേലെ വെച്ചു. പക്ഷേ കിട്ടിയില്ല, SL അടിച്ച് പോയി. പക്ഷേ ഇപ്പം ഗോൾഡ് ഭയങ്കര ബുള്ളിഷ് ആയി കിടക്കുന്നുണ്ട്. കാരണമൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ, ട്രംപ് ആ സമയത്ത്, ആ ഒരു ചൊവ്വാഴ്ച സമയത്ത് ഈ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ യൂറോയിലും മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, DXYയിലും മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് US ഷിപ്പിലേക്ക് ഇറാൻ 2 മിസൈൽ അയച്ചു എന്ന് പറഞ്ഞ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നല്ലൊരു മൂവ്മെൻറ്റ് നമ്മൾ വിചാരിക്കാത്തൊരു ട്രെൻഡിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് യൂറോയിൽ. പക്ഷേ നമ്മൾ വിചാരിച്ച രീതിയിലാണ് മൂവ്മെൻറ്റ് പോയത്. എന്നിട്ട് ഇന്ന് ട്രംപ് യുദ്ധമൊക്കെ ഒന്ന് നിർത്തി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കൂടി വന്നു. അപ്പോൾ ആ ന്യൂസിൻ്റെ ബേസിലാണ് ഈ ഒരു വലിയ മൊമെൻറ്റം കിട്ടിയത്. യുദ്ധം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ DXY സ്ട്രെങ്തൻ ആവും. അപ്പം നമുക്ക് യൂറോയിലൊക്കെ താഴോട്ട് ട്രേഡ് നോക്കാം. ഇപ്പോൾ യുദ്ധം പീസ്ഫുള്ളായിട്ടാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ DXYൻ്റെ ഇത് കുറയും. അപ്പം യൂറോയും GBPയും അപ് ട്രെൻഡ് ട്രേഡ് നോക്കാം. ഇപ്പം തൽക്കാലം പീസാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ട്രെൻഡ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ യൂറോയിൽ മിസ്സായ ട്രേഡ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു റേഞ്ചിലാണ് മിസ്സാവാൻ കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഓക്കെ, ഈ 4 ഹവറിൽ ഒരു ഓർഡർ ബ്ലോക്ക് വരച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീക്ക്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ചൊരു റിവേഴ്സൽ കിട്ടുമ്പോൾ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് കിട്ടി, നല്ല ട്രേഡായിരിക്കും, ഹോൾഡ് ഈ ഒരു ഏരിയ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സെല്ല് നോക്കാം. ഹോൾഡ് ചെയ്യേണ്ട ആളാണെങ്കിൽ ഹോൾഡ് ചെയ്യാം, വലിയ കുഴപ്പമുണ്ടെന്ന് ഇപ്പം തോന്നുന്നില്ല. ഓക്കെ, ട്രേഡ് മിസ്സായത് ഞാൻ പറഞ്ഞുതരാം. ട്രേഡ് മിസ്സായത് ഈ ഒരു ട്രേഡ് എനിക്ക് മിസ്സായിട്ടുണ്ടേനെ. 1 മിനിറ്റിലാട്ടോ ട്രേഡ് എടുത്തേ, ഇനി 1 മിനിറ്റ് ആക്കാൻ വയ്യ. ഓക്കെ, നമ്മൾ പറഞ്ഞ ഏരിയയിൽ നിന്ന് ഇവിടെ ഒരു ബ്രേക്ക് കിട്ടി, പിന്നെ മേലോട്ട് 1 മിനിറ്റിലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, പിന്നെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൂടി കിട്ടിയ സമയത്താണ് ഞാൻ എൻട്രി നോക്കാമെന്ന് പറഞ്ഞു തന്നെ. എൻട്രി നമ്മളെങ്ങനെ നോക്കാം, നമ്മളെ പ്രീമിയം ഡിസ്കൗണ്ട് കൊടുത്തു, വരച്ചു. ഓക്കെ, അതിൻ്റെ പെർഫെക്റ്റ് ആ ഒരു 618 ലെവലിൽ നിന്നല്ല ഞാൻ എൻട്രി നോക്കിയത്. പക്ഷേ അവിടെ നിന്ന് എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ട്രേഡ് കിട്ടിയായിരുന്നു, അടിച്ച് പോകില്ലായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചുകൂടി ഒന്ന്
റിസ്ക് റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു OB ഉണ്ട്. ഈ ഒരു OBയിലായിരുന്നു ഞാൻ എൻ്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്, ട്രിഗറിങ് പോയിന്റ് വെച്ചത്. പക്ഷെ ആ ഒരു കൃത്യം അതിൻ്റെ അടുത്തൊന്നും തട്ടി പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ MT5 ട്രേഡ് എടുക്കുന്നത്, അപ്പോൾ അതിൽ ട്രിഗർ ആയിട്ടില്ലായിരുന്നു. പക്ഷെ ഓക്കെ, അത് പോയ സമയത്ത് തിരിച്ച് നമുക്ക് ഈ ഒരു ഹൈ ഒക്കെ എടുത്ത് ഇവിടെ റിട്രേസ്മെൻറ്റ് കിട്ടി എൻട്രി കിട്ടുമായിരുന്നു. തിരിച്ച് നമ്മളെ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിലെത്തി നമുക്ക് ഇവിടുന്ന് എൻട്രി കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് ആ ഗോൾഡിലാണ് ട്രേഡ് എടുത്തത്. അപ്പോൾ അതും പോയി, ഇതും പോയി. അപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി വെയിറ്റ് ചെയ്യാം, എന്താ നടക്കുകയെന്ന് നോക്കാം. ഓക്കെ, ഇനി ഈ വീക്ക്, അതായത് ഇന്ന് നാളെ മറ്റന്നാളായിട്ട് നടക്കാൻ ചാൻസ് ഉള്ളത്, യൂറോയിലാണെങ്കിൽ ഒരു റിട്രേസ്മെൻറ്റ് എന്തായാലും ഈ ഒറ്റ പോക്ക് പോയാൽ റെഡി ആവില്ല. റിട്രേസ്മെൻറ്റ് കിട്ടണമല്ലോ. ആ റിട്രേസ്മെൻറ്റ് കിട്ടാനുള്ള ഏരിയ മിക്കവാറും ഈ ഒരു ഹൈ എടുത്തിട്ടായിരിക്കും. ഓക്കെ, പറഞ്ഞുതരാം. ഈ ഒരു ഹൈ എടുത്തിട്ടായിരിക്കും മിക്കവാറും റിട്രേസ്മെൻറ്റ് കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു 4 ഹവറിലെ FEG ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു FEG വരെ എത്തുന്നവർക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മേലോട്ട് ട്രേഡ് നോക്കാം. ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ടാണ് താഴ്ത്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു FEG വരെയൊക്കെ ഡൗൺ സൈഡ് ഷോർട്ട് എൻട്രീസ് നോക്കാം കേട്ടോ. 1 മിനിറ്റിലോ അല്ലെങ്കിൽ 5 മിനിറ്റിലോ ഷോർട്ട് എൻട്രീസ് നോക്കാം. ഇപ്പം തൽക്കാലം വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഹൈ എടുത്ത ഷോർട്ട് എൻട്രീസ് നോക്കാം, ഈ ഒരു ലോ എടുത്ത ലോങ് എൻട്രീസും നോക്കാം. ഇനി ഗോൾഡിൻ്റെ കാര്യം നോക്കട്ടെ. ഓക്കെ, ഗോൾഡ് ഈ ഒരു ഹൈ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാർക്ക് ചെയ്ത ഏരിയ 4 ഹവറിലൊരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ലൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോൾ ഏരിയ നല്ലതാണ്, മീൻസ് നല്ല ട്രേഡ്സ് നോക്കാൻ പറ്റിയ ഏരിയ ആണ്. പക്ഷേ ഞാൻ ഒന്നുകൂടി റിഫൈൻ ചെയ്ത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ സ്ഥലത്തേക്ക് എത്തുമ്പം തിരിച്ചൊരു ഷോർട്ട് എൻട്രീസ് നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. നോക്കുക എങ്ങനെയാണ് മാർക്കറ്റ് പ്ലേ ഔട്ട് ആവുകയെന്ന്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ന്യൂസൊക്കെ ഒന്ന് നോക്കിക്കോണ്ടി. അത്യാവശ്യം നല്ല വോളട്ടൈൽ ആയിട്ടുള്ള ന്യൂസസ് വരുന്നുണ്ട്. അപ്പോൾ നോക്കി ട്രേഡ് എടുക്കുക.